ഹലോ കൂട്ടുകാരെ, നമുക്കൊന്ന് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മളതിന് വേണ്ടി പഴുക്കാൻ തുടങ്ങിയൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിനെ തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി വൃത്തിയാക്കി ഒരു 2 കപ്പ് പൈനാപ്പിൾ അരിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2-3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂൺ വീതം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ തീ കുറച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 5-6 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കണം. ശേഷം നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും 1 കപ്പ് തേങ്ങ നന്നായിട്ട് അരച്ച് ഇട്ട് കൊടുക്കുക. അന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് പതിയെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ഒരു 1 മിനിറ്റ് ഒന്ന് പതിയെ തണുക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ 1 കപ്പ് നല്ല പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക. പുളി കൂടുതലാണെങ്കിൽ ഒരു ശകലം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഈ കറിക്ക് മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. നമ്മളതിലേക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് 5-6 ഉള്ളിയും കറിവേപ്പിലയും കൂടി എല്ലാം കൂടി ഇട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2-3 വറ്റൽമുളകും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ശേഷം നമ്മളത് നമ്മുടെ പൈനാപ്പിൾ പച്ചടിയുടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ രുചിയേറിയ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.